ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. സങ്കീർത്തന മാധുരി എന്ന സങ്കീർത്തന പഠന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ എപ്പിസോഡ് തുടർച്ചയായി കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് സങ്കീർത്തനങ്ങളെ പറ്റിയുള്ള ഒരു പുതിയ ഉൾക്കാഴ്ച ലഭ്യമാകുന്നതിന് സഹായകമായി തീരും. ഈ എപ്പിസോഡിൽ 20-ാം സങ്കീർത്തനം 5 മുതലുള്ള വാക്യങ്ങൾ പഠന ധ്യാന വിഷയമായി സമർപ്പിക്കുകയാണ്. ദാവീദിൻ്റെ സങ്കീർത്തനമാണിത്. പഴയ നിയമകാലഘട്ടത്തിൽ യെരൂശലേം ദേവാലയത്തിൽ പെരുന്നാൾ അനുഷ്ഠാനങ്ങളോട് ചേർന്ന് ആശീർവാദത്തിനും മറ്റുമായി ഈ സങ്കീർത്തനം ഉപയോഗിച്ചിരുന്നു. ഇസ്രായേൽ ജനം ഭക്തിയോടെ ആ ഒരു ആശീർവാദ സങ്കീർത്തനമായി സ്വീകരിച്ചിരുന്ന ഒരു വേദഭാഗമാണിത്. 5-ാമത്തെ വാക്യം തൊട്ട് ഇപ്രകാരമാണ് നമ്മൾ വായിച്ചു തുടങ്ങുന്നത്. ഞങ്ങൾ നിൻ്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും, ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിൻ്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. യഹോവ തൻ്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നുവെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവൻ തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തൻ്റെ വലങ്കയുടെ രക്ഷാകരമായ അത്ഭുത പ്രവർത്തികളാൽ അവന് ഉത്തരമരുളും. ആദ്യ ഭാഗത്ത്, ഈ എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗത്ത് ആ 2 വാക്യങ്ങൾ നമ്മൾക്ക് ശ്രദ്ധിക്കാം. ഞങ്ങൾ നിൻ്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും, ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിൻ്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ ജയമെന്ന് പറയുന്നത് നമ്മുടെ വിജയത്തോട് ചേർന്നാകണം. പലപ്പോഴും നമ്മളുടെ വിജയവും ദൈവത്തിൻ്റെ ജയവും 2 തലത്തിലായിപ്പോകും. നമ്മിലൂടെ ദൈവം വിജയിക്കണം, സൃഷ്ടിയിലൂടെ സ്രഷ്ടാവ് വിജയിക്കപ്പെടണം. സൃഷ്ടി വിജയിക്കുകയും സ്രഷ്ടാവ് പരാജയപ്പെടുകയും ചെയ്യുന്ന തലം ഉണ്ടാകരുത്. അതുകൊണ്ടാണ് ദാവീദ് പ്രത്യേകിച്ച് പറയുന്നത്, ഞങ്ങൾ നിൻ്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. അത്യുന്നതൻ്റെ വിജയമെന്ന് പറയുന്നത് യുദ്ധവിജയമല്ല, ആരെങ്കിലും പരാജയപ്പെടുത്തിയതിൻ്റെ വിജയമല്ല. അത്യുന്നതൻ്റെ വിജയം അവൻ്റെ സൃഷ്ടിയുടെ വിജയമാണ്, അവൻ്റെ സൃഷ്ടിയുടെ രൂപാന്തരത്തിൻ്റെ വിജയമാണ്. പെരുന്നാളുകളും ആഘോഷങ്ങളുമൊക്കെ ഒരു ദൈവിക വിജയത്തിൻ്റെ സാക്ഷ്യങ്ങളാണ്. തിന്മയുടെ മുകളിലുള്ള നന്മയുടെ വിജയമാണ്. അതാണ് ഉത്സവങ്ങൾ, പെരുന്നാളുകളെ, ആഘോഷങ്ങൾ എന്നൊക്കെ പറയുന്നത്. തിന്മയ്ക്കുമേൽ നന്മയ്ക്കൊരു വിജയമുണ്ട്, സാത്താൻ്റെ മേൽ ദൈവത്തിനൊരു വിജയമുണ്ട്. ആ വിജയത്തിൻ്റെ വലിയ പ്രഖ്യാപനമാണ് പലപ്പോഴും പെരുന്നാൾ ആഘോഷങ്ങളിൽ നടത്തപ്പെടുന്നത്. ഞങ്ങൾ നിൻ്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ആ ഒരു ഉല്ലാസഘോഷം എന്ന് പറയുന്നത് ശ്രേഷ്ഠമാണ്. ദൈവത്തിൻ്റെ ജയത്തോട് ചേർന്ന് നമ്മൾ ഉല്ലസിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കും. പലപ്പോഴും നമ്മൾക്ക് പറ്റാതെ പോകുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ വിജയിക്കാൻ ഓടുക. നമ്മൾ വിജയിക്കാൻ ഓടുമ്പോൾ ആരൊക്കെയോ തോൽക്കപ്പെടുന്നുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ തോൽക്കപ്പെടുന്നുണ്ട്, മാതാപിതാക്കൾ തോൽക്കപ്പെടുന്നുണ്ട്, സമൂഹം തോൽക്കുന്നുണ്ട്. ഇന്ന് പലപ്പോഴും വർദ്ധിച്ചു വരുന്ന അധാർമികതകളുടെ വിജയമൊക്കെ അതാ സംഭവിക്കുന്നത്. ചില ബിസിനസ്സൊക്കെ നടത്തി വലിയ വിജയം പ്രാപിക്കും. എത്രയോ പേരെ നശിപ്പിച്ചുകൊണ്ടുള്ള വിജയങ്ങളാണ് അവർ നടത്തപ്പെടുന്നത്. റമ്മി പോലെയുള്ള സാമൂഹ്യ തിന്മകൾ, മദ്യപാന മയക്കുമരുന്ന് ആസക്തികൾ പോലെയുള്ള അനുഭവങ്ങളെ ശക്തീകരിക്കുന്ന ബിസിനസ്സുകൾ, ജഡീകാസക്തികളെ വളർത്തുന്ന ബിസിനസ്സുകൾ, ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിലാരാ വിജയം പ്രാപിക്കുന്നത്? ആർക്കൊക്കെയോ ലാഭമുണ്ടാകുന്നുണ്ട്. ഒരു പൊതുസമൂഹത്തിന് നാശം വരുത്തി, ഒരു പൊതുസമൂഹത്തിൻ്റെ നന്മയെ നശിപ്പിച്ച്, പ്രാർത്ഥനാനുഭവത്തെയും സാമൂഹ്യ ജീവിതത്തെയും നശിപ്പിക്കുന്ന, നിലനിൽപ്പിൻ്റെ അടിത്തറയെ കണ്ടിച്ചു കളയുന്ന ഒരുപാട് സംഗതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങൾ നിൻ്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. പ്രിയമുള്ളവരെ, അപരൻ്റെ തകർച്ച കണ്ട് ഞാൻ ഉല്ലാസഘോഷം നടത്തുകയാണെങ്കിൽ എനിക്ക് കൈജയ് വിളിക്കാൻ പോലും ആരും കാണത്തില്ല, കൈയടിക്കാൻ പോലും ആരും കാണത്തില്ല, ഞാൻ മാത്രമേ കാണത്തുള്ളൂ. പലപ്പോഴും പറയത്തില്ലയോ, ഒരു കവിവാക്യമുണ്ട്, മഴയത്ത് കരയുന്നത് എനിക്ക് വലിയ ഇഷ്ടം. കാരണം
ഞാൻ കരയുകയാണെന്ന് ആർക്കും അറിയത്തില്ലല്ലോ. ചില സമയത്ത് പ്രിയമുള്ളവരെ നിഴല് പോലും കാണത്തില്ല കേട്ടോ. നമുക്കൊരു നിഴല് പോലും ഇല്ലാതിരിക്കുന്ന സമയമുണ്ട്. ഈ നട്ടുച്ചയ്ക്കൊക്കെ നടക്കുവാണെങ്കിൽ നിഴല് പോലുമില്ല. നമ്മുടെ ജീവിതത്തിൽ ചില സമയത്ത് കൂടെ കാണാൻ നിഴല് പോലുമില്ലാത്ത ചില അവസരങ്ങളുണ്ടാകാം. കരയുമ്പോൾ കൂടെ കരയാൻ ആരും കാണത്തില്ല എന്നുള്ള അവസ്ഥയും ഉണ്ടാകാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർത്തോണം, ദൈവത്തിൻ്റെ ജയത്തിൽ നാം ഉല്ലാസഘോഷം കൊള്ളുകയാന്ന് വെച്ചാൽ നന്മയ്ക്കു വേണ്ടി, നന്മയുടെ ഭാഗത്ത് നിന്ന് നന്മയുടെ സാക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. ഈ പെരുന്നാൾ ആഘോഷങ്ങളിൽ കൊടി ഉയർത്തും. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ സങ്കീർത്തനം തന്നെ പെരുന്നാൾ ആഘോഷങ്ങളിൽ വായിച്ചുകൊണ്ടിരുന്ന സങ്കീർത്തനമാണെന്ന്. കുരിശങ്കിതമായ പതാക ഉയർത്തും. കുരിശിനെക്കുറിച്ച് പറയുന്നത് ശുഭചിഹ്നം താൻ സ്ലേബ, വിജയക്കൊടി താൻ സ്ലേബ, നമ്മെ രക്ഷിച്ചിടും സ്ലേബായിൽ പുകഴുന്നു നാം. കർത്താവിൻ്റെ സ്ലേബ എന്ന് പറയുന്നത് കർത്താവിൻ്റെ പ്രതീകമാണ്, കഷ്ടാനുഭവത്തിൻ്റെ പ്രതീകമാണ്. അത് ശുഭചിഹ്നമാണ്, വിജയക്കൊടിയാണ്, രക്ഷയുടെ ചിഹ്നമാണ്. ആ രക്ഷയുടെ ചിഹ്നത്തിൻ്റെ ഒരു അനുഭവം, അതിൽ ജയഘോഷം പ്രാപിക്കണം. AD 313 മിലാൻ ശാസനം കുസ്തന്തിനോസ് ചക്രവർത്തിയുടെ ഒരു വിജയപ്രഖ്യാപനം കൂടിയായിരുന്നു. ക്രിസ്ത്യാനികളെ റോമാ സാമ്രാജ്യത്തിലെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിക്കൽ വെറുമൊരു പ്രഖ്യാപനമല്ലായിരുന്നു. താൻ കണ്ട സ്വപ്നപ്രകാരം കുരിശങ്കിതമായ കൊടികളോടുകൂടി പടയാളികൾ യുദ്ധം ചെയ്തപ്പോൾ പലതവണ തോറ്റ റോമൻ സൈന്യം എതിരാളികളുടെ മേൽ വിജയം പ്രാപിച്ചു. ആ വിജയത്തിൻ്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ് ആ ക്രിസ്ത്യാനിറ്റിയുടെ ഔപചാരികമായ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത്. AD 313 നമ്മൾ ഹൃദയംഗമായിട്ട് ഓർക്കണം പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കണം. ആ ജയഘോഷം കേൾക്കണം നമ്മൾ. ഇന്ന് പലപ്പോഴും നമ്മൾ നമ്മുടെ ജയത്തെക്കുറിച്ച് വലിയ ആളുകളെ വെച്ച് പറയാൻ തക്കവണ്ണമാണ്, ഫാൻസ് അസോസിയേഷനെ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ജയത്തെക്കുറിച്ച് പറയാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. വീണ്ടും പറയുന്നു, ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തും. ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തും. കൊടി ഉയർത്തേണ്ടത് ദൈവനാമത്തിലാണ്. നിങ്ങൾ ഞാനുമൊക്കെ ദൈവത്തിൻ്റെ കൊടികളാണ്. നേരത്തെ ഞാൻ പെരുന്നാൾ കൊടിയെപ്പറ്റി പറഞ്ഞു, കുരിശങ്കിതമായ കൊടിയെപ്പറ്റി പറഞ്ഞു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ മുദ്രയിടപ്പെട്ട കർത്താവിൻ്റെ ജീവനുള്ള കൊടികളാണ് നമ്മൾ. യഹോവ നിസ്സി, യഹോവൻ്റെ കൊടിയെന്ന് പറയുന്ന ഹീബ്രു വാക്ക് നമുക്കറിയാം. ആയതുപോലെ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തുമെന്ന് പറയുമ്പോൾ ഓർത്തോണം, ദൈവത്തിൻ്റെ കൊടി ഉയർന്നിരിക്കണം. ഇസ്രായേൽ മക്കൾ യുദ്ധം ചെയ്തപ്പോൾ മോശ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരുന്നു, അഹ്റോനും കൈകൾ ഉയർത്തിപ്പിടിച്ചു. അവരുടെ കൈകൾ ഉയർന്നിരുന്നപ്പോൾ ഇസ്രായേൽ ജയിച്ചു, കൈകൾ താണപ്പോൾ ഇസ്രായേൽ തോറ്റു. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തുമെന്ന് പറയുമ്പോൾ അതൊരു വലിയ സാക്ഷ്യമാണ്, ഒരു വിജയപ്രഖ്യാപനമാണ്. കാരണം കൊടിയെപ്പറ്റി പലത് പറയാറുണ്ട്. കൊടി ഉയർത്തുക എന്ന് പറയുന്നത് പല വ്യാഖ്യാനങ്ങളുണ്ട്. ഒരു രാജാവ് ഒരു പ്രദേശത്ത് അധീശത്വം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കൊടി ഉയർത്തും എന്ന് വെച്ചാൽ അവൻ്റെ അധികാരത്തിൻ്റെ കീഴിലായിരിക്കണം ആ സമൂഹം എന്ന് പറയുന്നത്. ചില സമയത്ത് നമ്മളൊക്കെ നാട്ടിൻപുറത്ത് കണ്ടിട്ടുണ്ട്, ചില നേർച്ചയുടെ ഭാഗമായി കൊടി ഉയർത്തും, കൃഷിയിടങ്ങളിലും മറ്റും കൊടി ഉയർത്തും. ഇത് ഇന്ന ആൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു, ഇവിടെ നിന്നൊന്നും പറിച്ചുകൊണ്ട് പോകരുത്, ഒരു നേർച്ചയാണ് എന്ന് വെച്ചാൽ വിശുദ്ധമായ ഒരു നേർച്ചയുടെ ഭാഗമായി, ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി കൊടി ഉയർത്തും. വീണ്ടും കൊടി ഉയർത്തലുണ്ട്. പ്രാർത്ഥനയുടെ ഭാഗമായി, ആത്മീയ ഒരുക്കത്തിൻ്റെ ഭാഗമായി കൊടി ഉയർത്തും. പെരുന്നാളുകൾക്കൊക്കെയുള്ള മുൻകുറിയാണ്, അതിനുവേണ്ടി കൊടിയുയർത്തും, അതിനുവേണ്ടിയുള്ള ഒരു ഒരുക്കമായി കൊടിയുയർത്തും. അപ്പോൾ ഓർത്തോണം, ഒരു രാജ്യത്ത് ചെന്ന് അധീശത്വം സ്ഥാപിക്കുന്നതിൻ്റെ പ്രതീകമായ കൊടിയുണ്ട്, പെരുന്നാളുകൾക്കും ആഘോഷങ്ങൾക്കും ഉയർത്തുന്ന കൊടിയുണ്ട്, ഒരു വസ്തുവിനെ സംരക്ഷിക്കുവാൻ വേണ്ടി സംരക്ഷക കവചമായി നേർച്ചയുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന കൊടിയുണ്ട്. ചില ഭീകരവാദി സംഘടനകൾക്ക് അവരുടെ കൊടിയുണ്ട്, കടൽ കൊള്ളക്കാർക്ക് അവരുടെ കൊടിയുണ്ട്, ചില രാഷ്ട്രീയക്കാർക്ക് അവരുടെ ഉദ്ദേശം നിവർത്തിക്കുന്ന കൊടിയുണ്ട്. ചില പ്രദേശത്തൊക്കെ കൊണ്ട് കൊടി കുത്തും, കണ്ടം നികത്താൻ പറ്റത്തില്ല, ഇവിടെ മറ്റൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതൊരു നിരോധനമാണ്, നിരോധനത്തിൻ്റെ പ്രതീകമായി കൊടി ഉയർത്തും.
ഇവിടെ പറയുന്നു, ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൊടി ഉയർത്തും. അപ്പം ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തുമെന്ന് പറയുമ്പോൾ അത് മറ്റൊരു തലമാണുള്ളത്. ദൈവത്തിൻ്റെ നാമത്തിൽ ഉയർത്തേണ്ട കൊടി നിങ്ങളും ഞാനും ഒക്കെയാണ് പ്രിയമുള്ളവരെ. ദൈവത്തിൻ്റെ നാമഘോഷണമാണ്. ദൈവത്തിൻ്റെ നാമത്തിലുള്ള കൊടിയെന്ന് വെച്ചാൽ അവൻ്റെ നാമഘോഷണം, അവൻ്റെ സാക്ഷ്യ നിർവഹണം, അവൻ്റെ വിശുദ്ധിയുടെ പ്രഖ്യാപനം. ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തണം. കാരണം ആ ദൈവനാമത്തിലുള്ള കൊടി ഉയർത്തുക എന്ന് വെച്ചാൽ അവൻ്റെ സുവിശേഷം, അവൻ്റെ അധികാരം, അവനോടുള്ള വിധേയപ്പെടൽ, അവനോടുള്ള സ്നേഹം, ഇതെല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു അനുഭവമാണ്. ഇതിൻ്റെ എല്ലാം ഒരു തുടർച്ചയാണ്. ആ പൂർണ്ണത ഏറ്റവും നന്മയോടും ഭക്തിയോടും പ്രാർത്ഥനയോടും കൂടി ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. വീണ്ടും ഇവിടെ പറയുന്നു, യഹോവ നിൻ്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. അതെ, ദൈവത്തിൻ്റെ നാമത്തിൽ ജയം ഘോഷിച്ചുല്ലസിക്കുന്നവൻ, അവൻ്റെ നാമത്തിൽ കൊടി ഉയർത്തുന്നവൻ, അങ്ങനെയുള്ളവൻ്റെ അപേക്ഷകൾ ദൈവം നിവർത്തിക്കും. നമുക്കൊരു മനുഷ്യനെക്കുറിച്ച് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന എന്തൊക്കെയാണ് പ്രിയമുള്ളവരെ? ദൈവം നിൻ്റെ അപേക്ഷകളൊക്കെ നിവർത്തിക്കുമാറാകട്ടെ. നമുക്ക് തന്നെ ഒരു കാര്യം ഓർത്തോണം, പലരും നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്. പഴയകാലത്ത് സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ, ദൈവമേ, അവൻ രൂപാന്തരപ്പെടുകയും അവൻ്റെ അപേക്ഷ തിരുസന്നിധിയിലെത്തുകയും അവൻ്റെ പ്രാർത്ഥനയാൽ ബലഹീനനായി ഞാൻ രക്ഷ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ഒരു മനുഷ്യന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നമുക്ക്. നിൻ്റെ അപേക്ഷകളൊക്കെയും ദൈവം നിവർത്തിക്കുമാറാകട്ടെ. ഒരു വലിയൊരു അനുഗ്രഹ പ്രഖ്യാപനമാണ്. നീ ദൈവസന്നിധിയിൽ കഴിക്കുന്ന അപേക്ഷകൾ പ്രിയപ്പെട്ടവനെ നമുക്കൊന്നും അറിഞ്ഞുകൂടാ. എങ്കിലും നിന്നെ കാണുമ്പോൾ എൻ്റെ സഹോദരനെ പോലെ, സഹോദരിയെപ്പോലെ, മകനെപ്പോലെ, മകളെപ്പോലെ എനിക്കൊരാഗ്രഹമുണ്ട്. ദാവീദ് പറയുന്നത് പോലെ ദൈവം നിൻ്റെ അപേക്ഷകളൊക്കെ നിവർത്തിക്കട്ടെ. അങ്ങനെ കാർമ്മികരും പിതാക്കന്മാരും പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. അപ്പോൾ ദൈവനാമം മഹത്വപ്പെടുന്ന അപേക്ഷകൾ മാത്രമേ നീ ദൈവസന്നിധിയിൽ നടത്താവൂ. ഒരുവൻ്റെ നാശത്തിന് വേണ്ടിയുള്ള അപേക്ഷ നടത്തരുത്. നിൻ്റെ നാശത്തിന് വേണ്ടിയുള്ള അപേക്ഷ നടത്തരുത്. കാരണം ഇവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, ആലയത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, നിൻ്റെ അപേക്ഷകളൊക്കെയും ദൈവം നിവർത്തിക്കട്ടെ. അപ്പം ഞാൻ എന്തൊക്കെ അപേക്ഷകൾ ദൈവസന്നിധിയിൽ നടത്താം? ദൈവത്തിൻ്റെ ഗുണവും ഗണവും ഒക്കെ നമുക്കറിയാം. അവൻ്റെ മാഹാത്മ്യം അറിയാം, സ്വഭാവം അറിയാം. അപ്പം ദൈവത്തിൻ്റെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് നീ നടത്തുന്ന, നിൻ്റെ പ്രയോജനത്തിന് വേണ്ടി സമർപ്പിക്കുന്ന അപേക്ഷകളൊക്കെയും എൻ്റെ ദൈവം നിനക്ക് നിവർത്തിക്കുമാറാകട്ടെ. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ആശ്വാസം കൊടുക്കുന്നവനും ആശീർവാദം കൊടുക്കുന്നവനും ഒരു ശക്തി ഉണ്ടാകണം. വീണ്ടും പറയുന്നു, യഹോവ തൻ്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. യഹോവ തൻ്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നുവെന്ന് ഞാനിപ്പോൾ അറിയുന്നു. അവൻ തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തൻ്റെ വലങ്കയുടെ രക്ഷാകരമായ അത്ഭുത പ്രവൃത്തികളാൽ അവന് ഉത്തരമരുളും. യഹോവ തൻ്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നുവെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. പ്രിയമുള്ളവരെ, ദാവീദ് പറയുകയാണ്, യഹോവ തൻ്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നുവെന്ന് ഞാനിപ്പോൾ അറിയുന്നു. തൻ്റെ സ്വജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. താൻ ദൈവത്തിൻ്റെ ഒരു അഭിഷിക്തനാണെന്ന് ദാവീദ് തന്നെ ദൈവസന്നിധിയിൽ സാക്ഷിക്കുകയാണ്, സ്വയം സാക്ഷിക്കുകയാണ്. ഞാൻ ദൈവത്താൽ അഭിഷിക്തനാണ്. കാരണം അവൻ രാജാവും നബിയുമാണ്, രാജാവുമാണ്, പ്രവാചകനാണ്, പുരോഹിതനാണ്. രാജാവും പ്രവാചകനും പുരോഹിതനും, ഇത് മൂന്നും ദാവീദിലുണ്ട്. യഹോവ തൻ്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നുവെന്നറിയുന്നു. പിതാക്കന്മാരതിന് അല്പം കൂടി വിശദീകരണം കൊടുത്തു, വ്യാഖ്യാനം കൊടുത്തു. തൻ്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നുവെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. നിൻ്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ദാവീദ് പറയുന്നത്, നിൻ്റെ എല്ലാ അപേക്ഷകളും നൽകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അറിയുന്നത്. യഹോവ തൻ്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നുവെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. പ്രാർത്ഥിക്കുന്ന, ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്ന ഒരു കാർമ്മികന്, ഒരു വിശ്വാസിക്ക്, ഒരു ഭക്തന് ചില ഉറപ്പുകളുണ്ട്. ദൈവം തൻ്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു. അത് അവനവനോട് തന്നെയുള്ള സാക്ഷ്യം, അവനവൻ്റെ ജീവിതത്തെ പറ്റിയുള്ള സാക്ഷ്യമാണ്. അതെ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അഭിഷിക്തനാണ്, ദൈവത്താൽ വിളിച്ചു ചേർക്കപ്പെട്ടവനാണ്. യഹോവ എന്നെ രക്ഷിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അതോടൊപ്പം എൻ്റെ കൂടെയുള്ളവരും അഭിഷിക്തരാണ്, രാജകീയ പുരോഹിതവർഗമാണ്, അവരെയും ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു. ദൈവം എന്നെ മാത്രം രക്ഷിക്കുന്നു എന്നല്ല, ദൈവത്തിൻ്റെ അഭിഷിക്തരെയൊക്കെ അവൻ രക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്താൽ അഭിഷിക്തരാകണം. ദൈവത്താൽ അഭിഷിക്തരാകുക എന്ന് വെച്ചാൽ പരിശുദ്ധ റൂഹായാൽ നിറയപ്പെട്ടവരാകണം. പരിശുദ്ധ റൂഹായുടെ ആവാസം നമ്മിൽ ഉണ്ടാകണം, ഒരു ശക്തിയും ബലവും ഉണ്ടാകണം. നമ്മൾ പാടുന്നത് പോലെ, പരിശുദ്ധാത്മാവേ
ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ നിൻ ജനമുണർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ നിൻ ജനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ദൈവം തൻ്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നുവെന്ന് ഞാനിപ്പോൾ അറിയുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഹൃദയംഗമായിട്ട് പ്രാർത്ഥിക്കുകയും ദൈവത്തെ വിളിക്കുകയും കണ്ണുനീരൊഴുക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ അവൻ രക്ഷപ്പെടുത്തുന്ന ഓരോ മാർഗങ്ങളും നമുക്കറിയാൻ പറ്റും. ഏതൊക്കെ രീതിയിൽ രക്ഷപ്പെടുത്തുന്നു എന്നറിയാൻ പറ്റും. അതെ, മറ്റുള്ളവർ രക്ഷപ്പെടണം. അതിനുവേണ്ടിയുള്ളൊരു പ്രാർത്ഥന ഉണ്ടാകണം. എല്ലാവരും കാണാതെ പഠിച്ച് ഹൃദയത്തോട് ചേരണം. ദൈവം തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് നിൻ്റെ രക്ഷാകരമായ അനുഭവത്തിലേക്ക് നയിക്കുവാൻ വേണ്ട നിൻ്റെ യാതനകൾക്ക് ഉത്തരമരുളട്ടെ. നിൻ്റെ അഭിഷിക്തനെ രക്ഷിക്കുന്ന ദൈവം, തൻ്റെ അഭിഷിക്തനെ രക്ഷിക്കുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ നാമത്തിൽ നമുക്ക് സങ്കേതപ്പെടാം. വീണ്ടും പറയുന്നു, അവൻ തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തൻ്റെ വലങ്കയുടെ രക്ഷാകരമായ അത്ഭുത പ്രവൃത്തികളാൽ അവന് ഉത്തരമരുളും. ദാവീദ് വലിയ ദർശനത്തോടെ പറയുകയാണ്, ദൈവം തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തൻ്റെ വലങ്കയുടെ രക്ഷാകരമായ അത്ഭുത പ്രവൃത്തികളാൽ അവൻ ഉത്തരമരുളും. ദൈവത്തിൻ്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ ഉത്തരമരുളും. ദൈവത്തിൻ്റെ വലങ്കൈ അനുഗ്രഹിക്കുന്ന കരമാണ്. ആ കരം നീട്ടപ്പെട്ട കരമാണ്. മനുഷ്യനെ സൃഷ്ടിച്ച കൈകൾ, മനുഷ്യനെ താലോലിച്ച കൈകൾ, തലോടിയ കൈകൾ, അത്ഭുതം പ്രവർത്തിച്ച കൈകൾ, ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കാൻ ഉയർത്തിയ കൈകൾ, ഭക്ഷണപദാർത്ഥങ്ങൾ അത്ഭുതം പ്രവർത്തിച്ച് ജനത്തിന് കൊടുത്ത കൈകൾ, അവസാനം ആണിപ്പാടേറ്റ കൈകൾ. ആണിപ്പാടേറ്റ കൈകൾ നീട്ടി മറ്റുള്ളവരെ വീണ്ടും അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ കൃപ. ആ ദൈവകൃപയിലാണ് നമ്മൾ സങ്കേതപ്പെടുന്നത്. ആ ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹമാരിയായി നമ്മളോടൊപ്പം ഉണ്ടാകും. അതിനുവേണ്ടി കാത്തിരിക്കുവാനുള്ളൊരു തയ്യാറെടുപ്പ് നമുക്കുണ്ടാകണം. അതിനുവേണ്ടി ഒരുക്കത്തോടെ ആയിരിക്കാനുള്ളൊരു അനുഭവം നമുക്കുണ്ടാകണം. ഇവിടെ അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തൻ്റെ വലങ്കയുടെ രക്ഷാകരമായ അത്ഭുത പ്രവൃത്തികളാൽ അവന് ഉത്തരമരുളും. അതായത് ആ 3 സെൻറ്റൻസ് ഒരുമിച്ചാണ് കിടക്കുന്നത്. ദൈവം നിൻ്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കണം, തൻ്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു, ആ അഭിഷിക്തനെ രക്ഷിക്കുന്നുവെന്ന് ഞാനിപ്പോൾ അറിയുന്നു, വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തൻ്റെ വലങ്കയുടെ രക്ഷാകരമായ അടയാള പ്രവൃത്തികളാൽ അവൻ ഉത്തരമരുളും. ദൈവത്തിൻ്റെ വിശുദ്ധ സ്വർഗമെന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നമ്മൾ സ്വപ്നം കാണുന്ന ആ സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തെ മാത്രമല്ല കാണുന്നത്. പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്, സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. കർത്തൃപ്രാർത്ഥന ചൊല്ലിയപ്പോൾ കർത്താവ് പഠിപ്പിച്ചു, പറഞ്ഞു കൊടുത്തപ്പോൾ പഠിപ്പിച്ചു, നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ രാജ്യം ഭൂമിയിലേക്ക് വരണം, ഞങ്ങളുടെ ഇടയിലേക്ക് വരണം. അപ്പോൾ നമ്മളുടെ ഇടയിൽ തന്നെ സ്വർഗരാജ്യമായിരുന്നു കൊണ്ട് സ്വർഗരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി പ്രവർത്തിക്കുന്ന ചില പ്രവർത്തനങ്ങൾ, അതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. അതിനുവേണ്ടിയുള്ള ഒരു ഒരുക്കവും പ്രത്യാശയുമാണ് മേളിലെ സ്വർഗത്തിൽ നിന്ന് വലങ്കൈ നീട്ടി അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി. പിതാക്കന്മാർ പാടിയതുകൊണ്ടാണ്, നവയെരൂശലേം പട്ടണം തന്നിലെ വാസമോർക്കുമ്പോൾ ആനന്ദം കൊണ്ടു നിറയുന്നേ മാനസം മോദമേറുന്നേ, ആനന്ദം കൊണ്ടു നിറയുന്നു മാനസേ മോദമേറുന്നേ. പിന്നെ തുടർന്ന് പാടുകയാണ്, സന്തോഷം നൽകാത്ത ഈ ലോകത്തിലെ
ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് നിരാശയില്ല. അതിൻ്റെ പിന്നാലെ പോകുമ്പോഴുള്ള സന്തോഷത്തെക്കുറിച്ചും ഞാൻ ഓർക്കുന്നില്ല. ആ സങ്കീർത്തനങ്ങളുടെ പ്രത്യേകിച്ച് 20-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന 2 ഭാഗം ഇപ്രകാരമാണ് നമ്മൾ വായിച്ചു നിർത്തുന്നത്. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്ന മനുഷ്യരൊത്തിരിയുണ്ട്. ദാവീദ് രാജാവ് തന്നെ പാടിയതാണല്ലോ ഈ ഭാഗങ്ങൾ. രാജാവായ ദാവീദ് യുദ്ധത്തിനൊത്തിരി പോയിട്ടുണ്ട്. രഥങ്ങളിലും കുതിരകളിലും കയറിപ്പോയിട്ടുണ്ട്. പല രാജ്യങ്ങളും പിടിച്ചടക്കിയിട്ടുണ്ട്. ശത്രുക്കളെ ഞെരിച്ചമർത്തിയിട്ടുണ്ട്. പക്ഷേ ദാവീദ് പറയുകയാണ്, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. രഥങ്ങളിൽ ആശ്രയിക്കുക, കുതിരയിൽ ആശ്രയിക്കുക എന്നൊക്കെ പറയുന്നത് ഭൗതികമായ സുഖാനുഭൂതിയിലും സൗകര്യങ്ങളിലും ആസക്തികളിലുമൊക്കെ ആശ്രയിക്കുന്ന ചില അനുഭവമാണ്. കുതിരയെക്കുറിച്ച് പറയുമ്പോൾ അതിന് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. പലതിൻ്റെയും പ്രതീകമാണ്. അത് ആസക്തിയുടെ പ്രതീകമാണ്, ഭൗതിക ശക്തിയുടെ പ്രതീകമാണ്, കാർണൽ പ്ലഷേഴ്സ്, ഫിസിക്കൽ പ്ലഷേഴ്സിൻ്റെ പ്രതീകമാണ്, സെക്ഷൽ പ്ലഷേഴ്സിൻ്റെ പ്രതീകമാണ്. ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു. അതായത് 2 തലങ്ങളാണ് ഉള്ളത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള 2 തലങ്ങൾ. രഥമെന്ന് പറയുന്നത് സുരക്ഷിതത്വത്തിൻ്റെ തലം, അധികാരത്തിൻ്റെ തലം, സമ്പത്തിൻ്റെ തലം. രഥം, സ്വർണ്ണരഥമുണ്ട്, സുവർണരഥമുണ്ട്, പലതുണ്ട്. അപ്പം രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു. സമ്പാദ്യങ്ങളിലും ഭൗതികമായ സുഖാസക്തികളിലും ആശ്രയിക്കുന്ന ഒരു വിഭാഗം ഉണ്ട്. ലോകത്തിൽ ജീവിക്കാൻ ഇതൊക്കെ വേണമെന്നാണ് ചിലരുടെ ചിന്ത. ഒത്തിരി സമ്പത്ത് വേണം, കനകം ഒത്തിരി വേണം. നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ സ്വർണം ഒത്തിരി വേണം, തങ്കം ഒത്തിരി വേണം, കാമിനി വേണം. ഇതുകൊണ്ടൊന്നും ജീവിതം അവസാനിക്കുന്നില്ല പ്രിയമുള്ളവരെ. കാരണം ഇതിലൊക്കെ സന്തോഷം കൊടുക്കുന്ന സമയം കൊണ്ട് ദൈവത്തിൽ നമ്മൾ ആശ്രയം കണ്ടെത്തണം. ആവശ്യമില്ലാത്ത കാഴ്ചകൾ കാണാനും ആവശ്യമില്ലാത്ത കേൾവികൾ കേൾക്കാനും പുറപ്പെടുന്ന സമയം കൊണ്ട് ദൈവത്തോട് അടുത്തിരിക്കാനുള്ള ഒരു സാമീപ്യം നമുക്കുണ്ടാകണം, ഒരു സാമീപ്യബോധം ഉണ്ടാകണം. എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ വാതിൽ കാവൽക്കാരനായിരിക്കാൻ എനിക്ക് സാധിക്കണമെന്ന് ദാവീദ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ വാതിലിൻ്റെ ആലയത്തിന് കാവൽക്കാരനായിരിക്കുക എന്ന് പറയുന്ന ആ ഒരു തലത്തിലേക്ക് മാറണം. നമുക്കും ഹൃദയംഗമായിട്ട് പ്രാർത്ഥിക്കാം. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. രഥങ്ങളിലും കുതിരകളിലും ആശ്രയിച്ചവരൊക്കെ തകർന്നു വീണ് പോയിട്ടുണ്ട്, പട്ടുപോയിട്ടുണ്ട്. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലേ നമുക്ക് പിന്നെ എന്ത് ശങ്ക, മാറ്റമൊന്നുമില്ലതാൽ. സിസ്റ്റർ മേരി ബിനിഞ്ഞ പാടിയ പാട്ട് എത്ര അർത്ഥവത്താണ്. പ്രത്യേകിച്ച് കല്ലറകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. രഥങ്ങളിലും കുതിരകളിലും ആശ്രയിച്ച് അനേകരെ പിടിച്ചടക്കിയ സുഖമനുഭവിച്ചവരൊക്കെ ഇപ്പോൾ എങ്ങനെയാണ്? അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർ പാടിയ പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉലകമഹാന്മാരഖിലേരുമൊരു പോൽ ഉറങ്ങുന്നു കല്ലറയിൽ, നമ്മളുന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മളുന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഓർത്തോണം, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, രഥവും കുതിരയെന്ന് പറയുന്നതിന് 2 തലങ്ങളുണ്ട്. ആ രഥങ്ങളുടെയും കുതിരകളുടെയും അധികാരത്തിൻ്റെയും അവകാശത്തിൻ്റെയും ഒരു തലം, ഉറപ്പിൻ്റെ ഒരു തലം. അതിനേക്കാൾ ഉപരിയായി ഇപ്പുറത്ത് കാർണൽ പ്ലഷേഴ്സിൻ്റെ ഒരു തലം. ഇതെല്ലാം അവിടെ കിടപ്പുണ്ട്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ ശക്തനാകും. നമ്മൾ തുടർന്ന് വായിക്കുന്നു, അങ്ങനെയുള്ളവർ വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. യഹോവേ, രാജാവിനെ രക്ഷിക്കണമേ, ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളണമേ. രഥങ്ങളിലും കുതിരകളിലും ഒക്കെ ആശ്രയിക്കുന്നവർ കുനിഞ്ഞു വീണുപോയി, ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. പലപ്പോഴും നമ്മളൊരു സാക്ഷി നടത്തുകയാണ്, എൻ്റെ ദൈവമേ, ഞങ്ങൾക്ക് ആശ്രയിക്കാൻ കുതിരകളില്ല, രഥങ്ങളില്ല, അധികാരികളില്ല, സമ്പത്തില്ല. ഈ ലോകത്ത് വെള്ളിക്കരണ്ടികളോടുകൂടി ജനിച്ചു വീണവരുണ്ട്, മക്കത്തായ മരുമക്കത്തായ അധികാരത്തോടുകൂടി വാണുപോകുന്നവരുണ്ട്. എന്നാൽ കുടുംബപരമായി നമുക്കൊന്നുമില്ലാത്തവരാ, സഹായിക്കാൻ ആരുമില്ലാത്തവരാ, അധ്വാനിച്ചാൽ അന്നന്നത്തേക്ക് നിലനിന്നു പോകാം എന്നുള്ള സാഹചര്യത്തിൽ മാത്രമുള്ളവരാ. പക്ഷേ
അങ്ങനെയുള്ളവരും ദൈവത്തിൽ ആശ്രയിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അവർ നിലനിൽക്കും. എത്ര കുനിഞ്ഞു വീണു പോയിട്ടുണ്ടെങ്കിലും, എത്ര തകർന്നു വീണു പോയിട്ടുണ്ടെങ്കിലും ദൈവം നിന്നെ കാക്കും. നിനക്കൊന്നുമില്ലെങ്കിലും, നിൻ്റെ കൂടെ ആരുമില്ലെങ്കിലും, നിൻ്റെ ബാങ്കിൽ നിക്ഷേപങ്ങളൊന്നുമില്ലെങ്കിലും, നിനക്ക് ഈ ലോകത്തിൽ FD നിക്ഷേപങ്ങളില്ലെങ്കിലും, നിൻ്റെ മകളെ കെട്ടിക്കുവാനുള്ള സാഹചര്യമില്ലെങ്കിലും, ജോലിയായിട്ടില്ലെങ്കിലും ഒരു കാര്യം ഓർത്തോണം, നീ ഒരിക്കലും കുനിഞ്ഞു പോകത്തില്ല. ദൈവം നിന്നെ നിവർത്തും. പ്രിയപ്പെട്ടവനെ, ചിലരൊക്കെ നമ്മളെ കുനിക്കാൻ വേണ്ടി ശ്രമിക്കും. ദൈവമില്ലാത്തവൻ ചിലപ്പോൾ അങ്ങ് പൊങ്ങിപ്പോകും, പന പോലെയൊക്കെ വന്നെന്നിരിക്കും. നമ്മളത്രയും ഒത്തിരി പൊങ്ങണമെന്നൊന്നുമില്ല. പക്ഷേ ഒത്തിരി പൊങ്ങിയില്ലെങ്കിലും ഒത്തിരി താഴ്ടിയാകത്തില്ല. പ്രിയമുള്ളവരെ, നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കണം. ദൈവമേ, കുതിരകളുമില്ല, രഥങ്ങളുമില്ല, ഒത്തിരി പൊങ്ങിയിട്ടുമില്ല, നിന്നോടൊപ്പം പൊങ്ങുവാനും നിന്നോടൊപ്പം താഴുവാനും സാധിക്കണം. അതുകൊണ്ട് നമ്മൾ പാടേണ്ട പാട്ടിതാണ്: യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.